മായൻകുട്ടിലെ മായ ചേച്ചിയോടൊപ്പമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ മായ ചേച്ചിയോടൊന്ന് ചോദിച്ചാലോ? അപ്പം നമുക്ക് ഇവിടുത്തെ ഏറ്റവും നല്ല സർവീസുകളെ കുറിച്ച് കൂടെ നമുക്ക് അറിയാൻ കഴിയും. ചേച്ചി, ഇപ്പം നമ്മൾ എന്താണ് ഫസ്റ്റ് സർവീസ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്? എന്താ ഞങ്ങളിപ്പം ഫസ്റ്റ് സർവീസ് ചെയ്യുന്നത് നാനോപ്ലാസ്റ്റിയ എന്ന് പറയുന്ന ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ. അപ്പോൾ ഇത് ഞാൻ ചോദിക്കട്ടെ, നാനോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ എന്താ? നാനോപ്ലാസ്റ്റി എന്ന് വെച്ചാൽ ഒരുപാട് ഹെയർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇപ്പം കെരറ്റിൻ, പ്രോട്ടീൻ, സ്മൂത്തനിങ്. പക്ഷേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് വർക്കാണ് നാനോപ്ലാസ്റ്റിയ. ഓക്കെ. അത് ചെയ്തതുകൊണ്ട് എന്താണ് മുടിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് മുടിക്ക് നല്ല ആരോഗ്യമായിരിക്കും. പിന്നെ അതിനകത്ത് കൊളാജനും അങ്ങനെയൊക്കെ കുറേ പ്രോട്ടീൻ അടങ്ങിയതാണ്. അപ്പം സ്മോക്കി അല്ല, നമ്മൾ അയൺ ചെയ്യുമ്പോഴൊക്കെ മറ്റുള്ളതൊക്കെ നല്ല സ്മോക്കി ആയിട്ട് വരും. പക്ഷേ ഇത് അങ്ങനെയല്ല. പിന്നെ പ്രഗ്നൻ്റ് ലേഡീസിനും, അതായത് 10 years എബോ ഉള്ളവർക്കും ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഇപ്പോൾ ഏറ്റവും നല്ലൊരു വർക്കാണ് നാനോപ്ലാസ്റ്റിയ. ഞാൻ ചോദിക്കട്ടെ, ഇത് വെർജിൻ ഹെയറിലാണോ ചെയ്യുന്നത് അതോ ട്രീറ്റഡ് ഹെയറിലാണോ? ഇത് ഡാമേജ്ഡ് ഹെയറിനാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മളിപ്പം കെരറ്റീനും സ്മൂത്തനിങ്ങും അങ്ങനെയുള്ള, അതായത് അങ്ങനെയുള്ള കുറേ വർക്കുകൾ ചെയ്ത് ഹെയർ കളറും ഒക്കെ ചെയ്ത് പിന്നെ അങ്ങനെയുള്ള ആ ഒരു ഡാമേജായ ഹെയറിനാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഫ്രഷ് ഹെയറിനും ഇത് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ. ഇത് ചെയ്തത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളുണ്ടാവും? ചെയ്തതുകൊണ്ട് ഇപ്പം ചില കസ്റ്റമർ വന്ന് പറയും, മാഡം എനിക്ക് കെരറ്റിൻ ചെയ്യണം. അപ്പം ഞാൻ പറയും, കെരറ്റിൻ ചെയ്താൽ മുടി നീളില്ല. അതിനകത്ത് കെരറ്റിൻ അങ്ങനെയുള്ള പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിനകത്ത് കൊളാജനും കാര്യങ്ങളും മറ്റേ പ്രോട്ടീൻ കുറേ കാര്യങ്ങളും, പിന്നെ നല്ല മുടി നീളും. നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ അയൺ ചെയ്യുകയും വാഷ് ചെയ്യുകയും അയൺ ചെയ്യുകയും ബ്ലോട്ടർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇത് 6 months വരെ ഇത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ മുടി ഹെൽത്തി ആവും. മുടി 100% ഈ വർക്ക് ചെയ്താൽ ഹെൽത്തി ആവും. ഞാൻ ചോദിക്കട്ടെ, ഇതുകൊണ്ട് നമ്മൾ സാധാരണ സ്മൂത്തനിങ് ഒക്കെ ചെയ്യുമ്പം ഹെയർ ലോസ് ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനൊരു എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഇതിന്? ഇല്ല, ഇത് കറക്റ്റ് സ്പാ, ഇതിൻ്റെ തന്നെ ഈ കമ്പനിയുടെ തന്നെ സ്പാ നമ്മൾ ഇപ്പോൾ ഏത് കമ്പനിയാണ് നമ്മൾ പിന്നെ യൂസ് ചെയ്യുന്നത് ആ കമ്പനി തന്നെയാണ് നമ്മൾ അതിൻ്റെ തന്നെ സ്പായാണ് നമ്മൾ മാസം തോറും ഇത് ചെയ്യേണ്ടുന്നത്. അതിൻ്റെ തന്നെ ഷാമ്പുവും കണ്ടീഷണറുമാണ് നമ്മൾ. അപ്പോൾ ഇത് സെയിം നമ്മൾ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മാസം നമ്മൾ ഓരോ സ്പാ ചെയ്യുന്നത് പോലെ ഇതിനും ചെയ്യണം. നമ്മൾ ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അതിൻ്റെ ബാക്കിൽ അതിൻ്റെതായ പ്രൊട്ടക്ഷൻ നമ്മൾ ഹെയറിന് കൊടുത്തേ വെക്കൂ. നമ്മൾ നാച്ചുറൽ ഹെയർ ആയപ്പോലും അങ്ങനെയാണ്. നമ്മൾ എണ്ണ തേച്ചും അങ്ങനെ കിടന്ന ഒരുപാട് ഡാമേജ് ആവും. അപ്പോൾ അതിനിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വർക്കാണ്, ശരി, ട്രീറ്റ്മെൻറ്റാണ്. ഓക്കെ. അപ്പോൾ ഇതെന്താ ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇതിൻ്റെ ഫസ്റ്റ് പ്രൊസീജിയർ ഇപ്പം ഞാൻ ചെയ്യുന്നത് ബ്രസീലിയൻ നാനോപ്ലാസ്റ്റിയാണ് എന്ന് പറയുന്നത്. നാട്ടിലുണ്ട്, വേദിക് ലൈൻ്റെ എല്ലാം ഉണ്ട്. അത് നല്ലതാണ്. പക്ഷേ ഞാൻ 18 വർഷത്തോളം ഗൾഫിലായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇതെല്ലാം ക്രീമുകളെല്ലാം ഞാൻ എല്ലാം അവിടെ വെച്ച് തന്നെ കഴിഞ്ഞ ഒരാളാണ്. 10 വർഷം മുമ്പ് ഇത് അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ആളുകൾ ചോദിച്ചു വരുന്നില്ല. പക്ഷേ W1 നമ്മൾ ചെയ്യുമായിരുന്നു. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ കളറ്. സാധാരണ ഹെയർ കളർ കെരറ്റീനോ സ്മൂത്തനിനോ ഒക്കെ ചെയ്യുന്നവർക്ക് ഹെയർ കളർ പോവും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഈ കസ്റ്റമർ വരുന്നത്. പക്ഷേ ഇതൊരു കാരണവശാലും പോവില്ല. അതായത് ചെയ്യാം, ഒരു കാരണവശാലും മുടി പോവോ, മുടിയുടെ കളർ പോവോ, അതായത് ഫംഗി ഹെയർ വരെ. ഫംഗി എന്ന് വെച്ചാൽ നീല പച്ചയൊക്കെ അടിക്കുമല്ലോ ഇപ്പോഴത്തെ പിള്ളേരല്ല. അപ്പം അത് ഇപ്പോഴത്തെ ട്രെൻഡാണ്. അതുപോലും പോവില്ല. 100% ഈ ട്രീറ്റ്മെൻറ്റിനെ നമുക്ക് വിശ്വസിക്കാം. ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ ഇത് ലാസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്? ഇത് 6 months. 6 months കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ചെയ്യണോ? അത് റൂട്ട് എന്തായാലും വളരും. അപ്പോൾ ഈ റൂട്ട് കേളിയായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് റൂട്ട് ടച്ച്, പിന്നെ ചിലർ പറയും ഫുള്ള് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം നമുക്ക്. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നിപ്പം നമുക്കിവിടെ മുന്നിലിരിക്കുന്നത് ഐഷു ആണ്. ഐഷുവിൻ്റെ ഹെയറിലാണ് ഇന്ന് നാനോപ്ലാസ്റ്റി ചെയ്യാൻ പോകുന്നത്. മായ ചേച്ചി, ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്തില്ലേ? അപ്പം ഈ ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ ഷാമ്പൂവിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതായത് ഈ കമ്പനിയിൽ തന്നെ, അത് W1 കമ്പനിയാണ്. W2+ ആണ് നമ്മൾ ഇപ്പം നാനോപ്ലാസ്റ്റി ആയിട്ട് ഉപയോഗിക്കുന്നത്. W1 ആണ് അത് ഉപയോഗിക്കുന്നത്. ആ കമ്പനിയുടെ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഭയങ്കര സ്ട്രോങ് അല്ല. അതായത് ചെറിയ കുട്ടികൾക്ക് വരെ അത് നമുക്ക് അത് ശരിക്കും മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ആണ്. ഓക്കെ.
ഉപയോഗിക്കുന്നത്. ഓ ശരി, ഓക്കെ. അപ്പം ഞാൻ ചോദിക്കട്ടെ അത് അപ്പം നമ്മൾ ഒരിക്കലും കണ്ടീഷണർ ഉപയോഗിക്കരുത്, അതിൻ്റെ കണ്ടീഷണർ അപ്പോഴും നമ്മൾ ഉപയോഗിക്കരുത്, അത് ലാസ്റ്റാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ. ആ ഷാമ്പൂവിൻ്റെ കണ്ടീഷണർ അന്നേരം നമ്മൾ യൂസ് ചെയ്യും? അന്നേരം യൂസ് ചെയ്യരുത്, ട്രീറ്റ്മെൻറ്റിന് വരുമ്പോൾ കണ്ടീഷണർ യൂസ് ചെയ്യരുത്. ഈ ഞാൻ ചോദിക്കട്ടെ, ഇത് ശരിക്കും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ ഇപ്പം ഈ ഹെയർ കാണുമ്പോൾ നമുക്കറിയാം ഇത് നന്നായിട്ട് ഹെയർ ലോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നെന്ന് തോന്നില്ലേ? അതെ, ഐഷു എൻ്റെ സ്ഥിരം കസ്റ്റമറാണ്. അധികം ഹെയറിൽ വലിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ചെയ്യത്തില്ല. പക്ഷെ പുള്ളിക്കാരി പുറത്താണ് പഠിക്കുന്നത്, അപ്പോൾ അവിടുത്തെ വെള്ളത്തിൻ്റെ ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ അമ്മയ്ക്ക് 100% ഉറപ്പുണ്ട് ഇത് പുതിയ ഹെയർ ഗ്രോ ചെയ്യുമെന്നാണോ പറയുന്നത്? പുതിയ ഹെയറും ഗ്രോ ചെയ്യും, ഈ മുടി കൊഴിച്ചിൽ കുറയും, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഇതിനുണ്ട്. ചേച്ചി ഇടയ്ക്കൊന്ന് പറഞ്ഞില്ലേ പ്രഗ്നൻറ്റ് ലേഡീസിന്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒന്നും അറിയാതെ നമ്മളൊരു പ്രഗ്നൻറ്റ് ലേഡി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും? അത് കണിശമായിട്ടും ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് ആസ്മ, ചില അലർജികൾ ഒക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ അത് ചെയ്തുകൂടാ. ഒരു കെമിക്കലും തലയിൽ നമ്മൾ യൂസ് ചെയ്തുകൂടാ. ഈവൻ ത്രെഡ് പോലും നമ്മൾ ചെയ്തുകൂടാ ഡോക്ടേഴ്സ് പറയുന്നത്. പ്രഗ്നൻറ്റ് ലേഡീസിനാണോ? അതെ അതെ. അപ്പോൾ അത് നമുക്ക് 100% നമുക്ക് അവരുടെ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ നാനോപ്ലാസ്റ്റിയ നമുക്ക് ചെയ്യാം. ഏത് പ്രായക്കാർക്കും ചെയ്യാം? അതായത് ഇപ്പോൾ 10 വയസ്സിൻ്റെ മുകളിലുള്ള കുട്ടികൾക്ക് വരെ ഇത് ചെയ്യാം. അപ്പോൾ അവർക്കും അതുകൊണ്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ല, സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല. സൈഡ് എഫക്റ്റ് ഉണ്ടാകും. സ്മൂത്തനിങ്ങും കെരാറ്റിനും ഒക്കെ ചെയ്യുന്നത് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ ഡാമേജ് ആകും എന്നുള്ളത് ഉറപ്പാണ്. 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ അത് മുടി ഡാമേജ് ആകും. പിന്നെ ഇതിൻ്റെ പുറകിൽ നമ്മൾ സ്പായോ ഇതൊക്കെ ചെയ്യണം. പക്ഷേ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് ആർക്കും സമയമില്ല. പക്ഷേ മുടി ഏതൊരു അവർക്ക് ചെയ്താൽ അതിൻ്റെ പുറകിലുള്ള ആഫ്റ്റർ കെയർ 100% നാനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് സ്പാ ചെയ്യണം ഓരോ മാസം? മസ്റ്റായിട്ട് അത് ചെയ്തിരിക്കണം. അതായത് ഒരു കാരണവശാലും എണ്ണ, അത് ഓയിൽ വാരി ഇടരുത്. ഓക്കെ. അതായത് ഈ ആ പുതിയ ഹെയർ കിളിക്കുന്നത് വരെയും ഓയിൽ ഇടരുതെന്നാണോ? ഇടാം. നമുക്ക് ഒരു മാസമൊക്കെ കഴിയുമ്പം നമുക്ക് ചിലർക്ക് പറ്റത്തില്ല, ഓയിലിട്ടേ പറ്റൂ. നമ്മളെ ഒക്കെ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ മലയാളികൾക്ക് കുറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ചില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിടാം. നമുക്ക് ഒരു 20 മിനിറ്റൊക്കെ ഇട്ട് വല്ലപ്പോഴും അതൊരു മാസം കഴിഞ്ഞിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്ത് നമുക്ക് ചെയ്യാം. പക്ഷെ ഒരു മാസം കഴിയാതെ ഒന്നും നമ്മൾ ചെയ്തു. ചെറിയ ഓയിൽ ഇടുന്നതിന് പകരം നമ്മൾ മാസം തോറും സ്പാ ചെയ്ത് പ്രോട്ടീൻ കൊടുത്തു കഴിഞ്ഞാലും നല്ലതായിരിക്കും. അത് ഓയിലുമായിട്ട് വലിയ ബന്ധമില്ല. ഓയിൽ നമുക്ക് ചെയ്യാം. അത് ഒരു ആളുകളെ സ്റ്റീൽസ് കൊണ്ട് മാസം കൂടുമ്പോഴൊക്കെ നമുക്കൊന്ന് ചെയ്യാം. അത് ഒരു 20 മിനിറ്റ്സ് പിന്നെ ഓയിൽ നമ്മളെ തലയിൽ വെച്ചേക്കാവും. ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഉള്ള മുടിയും ഒഴിഞ്ഞു പോകും. ഓക്കെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നാനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ. നാനോപ്ലാസ്റ്റി മാത്രമല്ല, ഏതൊരു ഇതായാലും മുടിയിൽ 20 മിനിറ്റ്സ് അല്ലെ 25 മിനിറ്റ്സ് പിന്നെ എണ്ണ തലയിൽ വെച്ചേക്കാവും. അതിൽ കൂടുതലായ ഹെയർ പോയിരിക്കും. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കാം കേട്ടോ. അതൊന്നും നമ്മൾ ആരും ഓപ്പണായിട്ട് പറഞ്ഞു തന്നെ എനിക്കറിയത്തില്ല. ഓക്കെ ചേച്ചി, അപ്പം ഇനി അടുത്തത് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അടുത്ത് നമ്മൾ ഇനി ഇത് മുടി ഡ്രൈ ചെയ്യും. ഡ്രൈ ചെയ്തിട്ട് നമ്മൾ ആ മെഡിസിൻ അപ്ലൈ ചെയ്യും. അതാണ് നമ്മൾ ഈ ഡ്രൈ ചെയ്യുന്നത് നമ്മൾ ഡ്രയർ കൊണ്ടല്ലേ? അതെ. എന്തിനാ ഇത് ഡ്രൈ ചെയ്യുന്നത്? എന്തിനാ? ഇല്ല, ഡ്രൈ ചെയ്യണമല്ലോ, എന്നാലല്ലേ ആ മെഡിസിൻ അതിൽ വെട്ടല്ലേ ഇത് പിടിക്കത്തുള്ളൂ. ഓക്കെ ഓക്കെ. നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയറിലാണെങ്കിൽ ക്രീം അപ്ലൈ ചെയ്തിട്ട് പിടിക്കത്തുള്ളൂ. ഒരു 95% നമ്മൾ ഡ്രൈ ആക്കിയിരിക്കണം. ഓക്കെ. ചിലരുടെ മുടി കണ്ടിട്ടില്ലേ ചേച്ചി, ഭയങ്കരമായിട്ട് അവർ ആ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി ഫുൾ അങ്ങൊരു ചകിരി പോലെ ആവത്തില്ലേ മുടി? ആ തുമ്പ് കൊണ്ടൊക്കെ അങ്ങ് പൊട്ടി പൊട്ടി വീഴുമെന്നാണ്. അത് ഇവർ കസ്റ്റമർ അവർ സൂക്ഷിക്കാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നില്ലേ, ഇവർ ലൈഫ് സ്റ്റൈൽ അവർക്ക് എല്ലാവരും ബിസിയാണ്. ബിസി ആകുമ്പോൾ കണിശമായിട്ടും അങ്ങനെ. അപ്പോൾ അതിന് ഏറ്റവും നല്ല സ്പായാണ് ചെയ്യേണ്ടുന്നത്. സ്പാ മസ്റ്റായിട്ട് ചെയ്യണം, മുടി നന്നായിട്ട് സൂക്ഷിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്പാ നമ്മൾ എത്ര നാൾ കൂടി ഇരിക്കുമ്പോഴാണ് ചെയ്യുന്നത്? മാസം തോറും ചെയ്താൽ മതി. അതിനൊരു കണക്കുണ്ടോ എത്ര ദിവസം കൂടുന്നത്? അങ്ങനൊന്നുമില്ല. പിന്നെ എപ്പോഴും സ്പാ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ ഒരിക്കലും സ്കാപ്പിലാവരുത്. ആയത് തന്നെ പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് അത് വാഷ് ചെയ്ത് കളയണം. കണ്ടീഷണർ യൂസ് ചെയ്ത് അതായത് ഡ്രൈ ഹെയറിന് മാത്രമേ കണ്ടീഷണർ യൂസ് ചെയ്യാവൂ. ഏത് ഹെയറിലാണ് ചേച്ചി? ഡ്രൈ ഹെയർ. ഡ്രൈ ഹെയറിൽ ഞാൻ ചോദിക്കട്ടെ, അത് സ്കാൽപ്പിൽ പറ്റിയാൽ എന്ത് സംഭവിക്കും? അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മുടി കൊഴിയും, അങ്ങനെയുള്ള. കാരണം ഇപ്പം ചേച്ചി ഇത് ഓപ്പണായിട്ട് പറയുന്നത്, കാരണം പലർക്കും അറിയത്തില്ല. ഇതിപ്പോൾ ആഫ്റ്റർ കെയർ ആയിട്ട് തന്നെ അവർ വീട്ടിൽ കൊണ്ടുപോയിട്ട് കണ്ടീഷണറൊക്കെ വെച്ച് കുറേ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. കണ്ടീഷണർ മാത്രം ഇട്ട് ഷാമ്പു ചെയ്യുന്ന കണക്ക് ഇങ്ങനെ മാസ്ക് കണക്ക് സ്പാ കണക്ക് ഉപയോഗിച്ചിട്ട് അവരൊന്ന് വലിയ കംപ്ലൈൻറ്റ് നമ്മളോട് പറഞ്ഞ്. അപ്പം പുള്ളിക്കാർ ഞങ്ങൾക്ക് പറയാം കണ്ടീഷണർ അവർ ഉപയോഗിക്കുന്നതാണ്. ഫുള്ള് അരമണിക്കൂർ ഇത് വെച്ചേക്കുന്നു. കണിശമായിട്ടും ഹെയർ ലോസ് ഉണ്ടാവും. അപ്പം ഷാമ്പൂ ചെയ്ത് വാഷ് ചെയ്തതിന് ശേഷം 1 മിനിറ്റ് കൂടുതൽ കണ്ടീഷണർ നമ്മൾ 1 മിനിറ്റ് വേണ്ട, സെക്കൻഡ് കഴുകി അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്ത് കളയുക. ഓക്കെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ കളേർഡ് ഹെയറിൽ
ശരിക്കും നമുക്കിത് ചെയ്യാൻ പറ്റുമോ? കളേർഡ് ഹെയർ മാത്രം ഈ ഒരൊറ്റ ട്രീറ്റ്മെൻറ്റ് മാത്രമേ കളർ ഹെയറിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കളേർഡ് ഹെയറിൽ നമുക്ക് സ്മൂത്തനിങ്, കെരാറ്റിൻ ഇതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ കണിശമായിട്ടും കളർ പോവും. കളർ പോവും. പക്ഷേ സ്മൂത്തനിങ് ആയാലും കെരാറ്റിൻ ആയാലും പ്രോട്ടീൻ ആയാലും ഇപ്പം 1 വീക്ക് ആയതേ ഉള്ളൂ ഹെയർ കളർ ചെയ്തിട്ട് ഒന്നും ഇത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യില്ല. കാര്യം സ്പോട്ടിൽ തന്നെ മുടി പൊട്ടി വീഴും. പക്ഷേ നാനോപ്ലാസ്റ്റിയ അങ്ങനല്ല. ഓക്കെ. അപ്പോൾ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനോപ്ലാസ്റ്റിയ ചെയ്ത മുടിയിൽ നമുക്ക് ഏത് ഹെയർ കളർ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഹെയർ കളർ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹെയർ കളർ നമുക്ക് ചെയ്യാം. അതല്ല, നാനോപ്ലാസ്റ്റിക്ക് മുന്നേ ഹെയർ കളർ ചെയ്ത ഒരാൾക്ക് നാനോപ്ലാസ്റ്റി ചെയ്യാം. ഒരിക്കലും കളർ പോവില്ല. അല്ല, ചെയ്ത് കഴിഞ്ഞ ഒരാൾക്കും ചെയ്യാം. അപ്പോൾ അത് ഹെയറിന് ബാധിക്കത്തില്ല. അത് സാധാരണ ഹെയർ കളറിംഗ് ഒക്കെ നന്നായിട്ട് ഹെയറിന് ഡാമേജ് ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഉണ്ടാക്കുമല്ലോ. അപ്പോൾ നാനോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് നമ്മൾ ആ ഹെയർ കളർ യൂസ് ചെയ്താലും നമ്മൾ സ്പാ ചെയ്യുക. അതാണ് നമ്മൾ ആ മാസം തോറുള്ള സ്പാ മസ്റ്റായിട്ട് പോയി. ഹെയർ കളർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ആ സ്പാ ചെയ്ത് നമ്മൾ വിടാവും. ഓക്കെ കസ്റ്റമർ. ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹെയറിന് ഇപ്പം ഈ ഇപ്പം ഇത്രയും നീളം ഉണ്ടല്ലോ, ഐഷുവിൻ്റെ മുടിക്ക് ഇപ്പം ഇത്രയും നീളമുണ്ട്. അപ്പോൾ ഇത് എത്ര നാളുകൊണ്ട് നാനോപ്ലാസ്റ്റി ചെയ്താലും ഒരു ഹെയർ ഗ്രോത്ത് പറയുന്നത് കമ്പനി പറയുന്നത് 60 വാഷിംഗ് 60 വാഷിംഗ് ആണ് അവർ പറയുന്നത്. അത് എങ്ങനെ ആയാലും അവർ വീക്കെൻഡ് 1 or 2 വട്ടമേ വാഷ് ചെയ്യത്തുള്ളൂ. ആരായാലും അല്ല, ഷാമ്പു ഇല്ല നമ്മൾ ചെയ്യാം. പക്ഷെ അത് 6 മാസത്തിൽ കൂടുതൽ കിടക്കും. പക്ഷേ ഈ ഹെയർ കിളിക്കുമ്പോൾ ഇത് റൂട്ടിൽ നിന്നാണ് കിളിക്കുന്നത്. അതെ, വെർജിൻ ഹെയർ ആയിരിക്കും അത്. അല്ല, ഹെയർ ഗ്രോത്ത് സാധാരണ ഒരു ഹെയർ ഗ്രോത്ത് ഒരു മാസം നമുക്ക് കിട്ടുന്നതിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് വരുമോ? അതെ, യെസ്. കൃത്യമായിട്ടും കമ്പനി അതിനകത്ത് പ്രോട്ടീനും കൊളാജിനും ഒരുപാട് അടങ്ങിയിട്ടുള്ള. ആ സ്പാ ക്രീമിൽ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? സ്പാ ക്രീമിലല്ല, നമ്മുടെ നാനോപ്ലാസ്റ്റിയ ചെയ്യുന്ന ക്രീമില്ലേ, അപ്ലൈ ചെയ്യുന്ന ക്രീം, അതിൽ എന്തെങ്കിലും പ്രത്യേകതകൾ? അതിനകത്ത് കൊളാജിൻ, പിന്നെ കെരാറ്റിൻ, അങ്ങനെ ഒരുപാട് പ്രോട്ടീൻ, ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് മുടി പെട്ടെന്ന് വളരുകയും ചെയ്യും. ഓക്കെ. ഒരുപാട് പേര് വന്നിട്ടുണ്ട്, അയ്യോ എൻ്റെ മുടി പെട്ടെന്ന് ഇതാവുന്നു, കിളിക്കുന്നു. പക്ഷേ അത് നന്നായിട്ട് മുടി വളരും. പക്ഷേ ചെറുതായിട്ട് ഫസ്റ്റ് ഇടുമ്പോൾ ഏതായാലും ചെറിയൊരു കെമിക്കലാണ് ഇതും. ചെറുതായിട്ട് ചിലപ്പോൾ ഒന്ന് കൊഴിയും. എന്നാലും അത് പേടിക്കേണ്ട കാര്യമില്ല. മുടിയിൽ സ്പായും ഒക്കെ ചെയ്ത് നമ്മൾ കെയർ ചെയ്ത് കണക്കാനിരിക്കും. സ്മൂത്തനിങ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആണല്ലേ? ഫാർ ബെറ്റർ ആണ്. ഞാൻ ചോദിക്കാം, ഒരു ക്ലയൻറ്റ് വന്നിട്ട് ചേച്ചിയോട് പറയാം ഫുൾ ഡാമേജ്ഡ് ഹെയറാണ്. അവർ വന്നിട്ട് ചേച്ചിയോട് ഒരു ഒപ്പീനിയൻ ചോദിക്കുക, എൻ്റെ ഹെയർ ഫുൾ ഡാമേജ് ആണ്, എനിക്കിത് എന്ത് ചെയ്ത് തരാൻ പറ്റും മായച്ചി എന്ന് ചോദിച്ചാൽ ചേച്ചി അത് ഞാൻ ഇപ്പം പറയും. ഇപ്പം ഞാൻ പറഞ്ഞ നാനോപ്ലാസ്റ്റിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് അവരല്ലോ ഇത് പുതിയതാണ് അങ്ങനെ പറയുമ്പോൾ ഓക്കെ, പ്രോട്ടീനും കൊള്ളാം. പക്ഷെ ഒരിക്കലും ഞാൻ സ്മൂത്തനിങ് പറയില്ല, റെക്കമെൻഡ് ചെയ്യില്ല. ഓക്കെ. കെരാറ്റിൻ ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, കെരാറ്റിനും പ്രോട്ടീൻ തന്നെയല്ലേ? കെരാറ്റിൻ പ്രോട്ടീനാണ്, അത് ട്രീറ്റ്മെൻ്റ് ആണ് അതിനകത്ത്. പക്ഷേ നമുക്ക് കസ്റ്റമർക്ക് ആവശ്യം മുടി നീളണം. അപ്പം അതൊരിക്കലും ഒറിജിനൽ കെരാറ്റിൻ മുടി നീളില്ല. നമ്മളൊരു വാഷ് ചെയ്യുമ്പം അത് പോവും. കെരാറ്റിൻ എത്ര വാഷാണ് പറയുന്നത്? ഇപ്പം കെരാറ്റിൻ ആദ്യം വാഷ് ചെയ്യുമ്പോൾ തന്നെ മുടി ചുരുളുമല്ലോ. അത് ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ മുടി നല്ല കണക്ക് സ്മൂത്തായിട്ട് കിടക്കും. അതാണ് കെരാറ്റിൻ. അത് ഹെയർ ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. ഗ്രോത്തൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, ഇപ്പം എല്ലാവരും ബഡ്ജറ്റ് എല്ലാവർക്കും ഒരു പ്രശ്നമാണല്ലോ. അപ്പം ചേച്ചിയോട് തീർച്ചയായിട്ടും എല്ലാവർക്കും ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ്. അപ്പം ഈ നാനോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക, ആ വാക്കിൽ തന്നെ ഒരു ഭയങ്കര ഒരു ഗ്രേഡ് കൂടിയൊരു വാക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പം സ്മൂത്തനിങ് ചെയ്യുന്നതല്ല ആണോ നാനോപ്ലാസ്റ്റി ചെയ്യുന്നത്, എങ്ങനെയാണ് ആ റേറ്റിലൊക്കെ? റേറ്റിൽ വ്യത്യാസം എന്തായാലും ഉണ്ടാകും. ഒരിക്കലും അങ്ങനെ ഡാമേജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യില്ല. ഇല്ലെങ്കിൽ എൻ്റെ കൂടെ അപ്പം അങ്ങനെയാണെങ്കിൽ ഓക്കെ പ്ലസ് നിങ്ങൾ കെരാറ്റിനൂടെ ചെയ്യാൻ പറയും. അത്രയും ഒരു ചെറിയ പ്രൊട്ടക്ഷൻ ആ മുടിക്ക് കിട്ടും സ്മൂത്തനിങ് ചെയ്യുമ്പോൾ. പ്ലസ് കെരാറ്റിനൂടെ എൻ്റെ കൂടെ ചെയ്യാൻ പറയും ഞങ്ങൾ. അല്ലാതെ വെറും ഇത് ഒത്തിരി ഡാമേജ് കയറി കൊണ്ടുവന്ന് ഇത് ചെയ്യണം പിന്നെ സ്മൂത്തൻ ചെയ്യുന്ന ഞാൻ ചെയ്യില്ല. ഓക്കെ. അപ്പോൾ സ്മൂത്തനിങ് പ്ലസ് കെരാറ്റിനും കൂടെ ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിനും എന്തായാലും കുറച്ച് എക്സ്പെൻസീവ് ആവും. അത്രയൊരു ഇതുണ്ടാവില്ല. നാനോപ്ലാസ്റ്റിയും സെയിം റേറ്റ് ഒക്കെ ആണോ വരുന്നത്? ഇല്ല, ഒരിക്കലും ഉണ്ടാവില്ല. അത് ഞാൻ പുറത്തുനിന്നാണ് വരുത്തുന്നത്. അപ്പോൾ അതിൻ്റെതായ ഇത്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മുടെ നാട്ടിലെ വേദിക് ലൈൻ എല്ലാം നല്ലതാണ്. വെൽവെറ്റിൻ്റെ ഒക്കെ ഉണ്ട്, അതെല്ലാം നല്ലതാണ്. നാട്ടിലെ വേദിക് ലൈൻ നമുക്ക് വേദിക് ലൈൻ ഉണ്ട്, വെൽവെറ്റ് എന്ന് പറഞ്ഞ വെൽവെറ്റേഷൻ പറഞ്ഞൊരു കമ്പനിയുണ്ട്. അവരുടെയൊക്കെ നല്ലതാണ്, എല്ലാം നല്ലതാണ്. പിന്നെ ഞാൻ ബ്രസീലിയൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന എവിടുന്ന? ഞാൻ നേരത്തെ ബാറിൽ വർക്ക് ചെയ്തിരുന്നതാണ്. അവിടെ നിന്ന് എനിക്ക് ചേച്ചി പിന്നെ അല്ലാതെ ഈ ഹെയറിന് നല്ലൊരു ഗ്ലോ ലുക്ക് വരുന്നുണ്ട്. അത് നാനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാൽ വരും. സ്മൂത്തനിങ് ചെയ്തതിലും സ്മൂത്തനിങ് ചെയ്താൽ ഒരു കാരണവശാലും ആ ഗ്ലോ വരില്ല.
ശരിക്കും. ഇതായത് നമ്മളെ മുടി നന്നായി ഡ്രൈ ആയിട്ട് നല്ല സ്ട്രോങ് അയണിങ് കൊടുക്കണം. അത് ഏതൊരു ട്രീറ്റ്മെൻ്റ് ആയാലും കൊടുക്കണം. അത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇതിനകത്ത് ഇത് പുക ഇല്ല, മോസ്ക് അങ്ങനെ വരുന്ന ഒരു സംഭവം സ്മോക്ക് ഇല്ല. അതായത് നമ്മളിത് വാഷ് ചെയ്തിട്ടാണ് ഇത് അയൺ ചെയ്യുന്നത്. അതേസമയം കെരറ്റിനും പ്രോട്ടീനും ഒക്കെ ഒരിക്കലും അത് വാഷ് ചെയ്താണ് മെഡിസിൻ വെച്ചിട്ടാണ് അയണിങ് ചെയ്യുന്നത്. ചിലർ ഒരു 5% വെള്ളം ഇത് വാഷ് ചെയ്ത് കളയും, എങ്കിൽ തന്നെ ആ സ്മോക്ക് ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സ്മോക്ക് വരുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അത് നമുക്ക് കെമിക്കലല്ലേ, നമുക്ക് ചെയ്യുന്നവർക്ക് ബുദ്ധിമുട്ടാണ്, കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ട് കാണും. ശരി, ഓക്കെ ഓക്കെ. ഈ നീളമുള്ള മുടിയിൽ അപ്പം നമുക്ക് ഈ ഇത്രയും ഈ റേറ്റ് നിങ്ങൾ തീരുമാനിക്കുന്നത് മുടിയുടെ ലെങ്ത് അനുസരിച്ചിട്ടാണ്? ലെങ്തും തിക്നെസ്സും നോക്കിയിട്ടാണ്. ഓക്കെ ഓക്കെ. ചേച്ചി ഇത് പറഞ്ഞില്ലേ ശരിക്കും ഇത് നല്ല ലെങ്ത് കൂടുകയും വോളിയം കൂടുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിപ്പം നമ്മളിപ്പം കസ്റ്റമർ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചേച്ചി പറയുന്നത് പലരും തിരിച്ച് വന്നിട്ട് അടുത്ത ട്രീറ്റ്മെൻറ്റ് സ്പാ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ട് മടിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ചേച്ചി എന്താണ് ആഫ്റ്റർ കെയർ ആയിട്ട് വീട്ടിൽ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു വിടുന്നത് എന്താ? അപ്പം ഈ കമ്പനിയുടെ തന്നെ മാസ്ക് ഉണ്ട്, ശരിക്കും സ്പാ ഉണ്ട്. അത് നമ്മൾ കമ്പനിയിൽ നിന്ന് വരുത്തി കൊടുക്കും. അവർക്ക് വരുത്തി കൊടുത്തത് അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പം ഐഷു തന്നെ ഹൈദരാബാദിലാണ്, അവൾക്ക് ഞാനത് പറഞ്ഞു കൊടുക്കത്തില്ല, അവൾക്ക് ഇവിടെ വന്ന് ചെയ്യാൻ പറ്റില്ല, അവിടെ ഇനി എന്ത് പ്രോഡക്റ്റാണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഞങ്ങളത് പറഞ്ഞ കമ്പനി തന്നെ നമ്മളെ വരുത്തും. അതിൻ്റെ ഷാമ്പുവും അതിൻ്റെ കണ്ടീഷനും അതിൻ്റെ മാസ്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഗൾഫിൽ നിന്നും ഒക്കെ പല കസ്റ്റമറും വരുന്നുണ്ട്, അവർക്ക് അങ്ങനെ തന്നെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ചേച്ചി ഞാൻ ചോദിക്കട്ടെ, മാസ്ക് ആണെങ്കിൽ തന്നെ അതെങ്ങനെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്? ഇതിപ്പോൾ ആഫ്റ്റർ കെയറിൽ വരുന്നത് അതിപ്പം ഫസ്റ്റ് ഹെയർ വാഷ് ചെയ്യും, ഷാമ്പു ഇട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഷാമ്പു ഇടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കണ്ടീഷണർ, അത് ഞാൻ പറഞ്ഞല്ലോ, കഴിവിട്ട് നന്നായിട്ട് ഇത് സ്ക്ലാപ്പിലും എല്ലായിടും അങ്ങ് അപ്ലൈ ചെയ്യും. മാസ്ക് നമ്മൾ ഫസ്റ്റ് ഷാമ്പു ചെയ്യുക, പിന്നീട് കണ്ടീഷണർ, അത് ജസ്റ്റ് ഒരു മിനിറ്റിനകത്ത് തന്നെ നമ്മളത് വാഷ് ചെയ്തിരിക്കണം. അതിനുശേഷമേ മാസ്ക് ഉപയോഗിക്കുക. അത് എല്ലാ മുടിയിലെ എല്ലാ തുമ്പിലും എല്ലായിടും അത് പറ്റിയിരിക്കും. സ്കാൽപ്പിൽ മാത്രമല്ല, അല്ല ഫുള്ള് പറ്റി ചെയ്തിട്ട് അവർക്ക് തന്നെ അല്ലേ അമ്മയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മസാജ് ചെയ്യാൻ പറഞ്ഞാൽ അവരൊന്ന് മസാജ് ചെയ്ത് അതൊരു 15 മിനിറ്റ് 20 മിനിറ്റ് 10 മിനിറ്റ് മസാജ്, ഒരു 10-15. പിന്നെ സ്റ്റീം ചെയ്യാനും നമുക്ക് പറ്റത്തില്ല, അല്ലെങ്കിലും അത് സ്റ്റീം ചെയ്യേണ്ട ആവശ്യമില്ല. ട്രീറ്റ്മെൻറ്റ് ഹെയറിൽ സ്റ്റീം ചെയ്യരുത്. പക്ഷെ ഞാനിവിടെ കാണുന്നുണ്ട് പല പാർലറുകളിലും ആളുകൾ സ്റ്റീം ചെയ്യുന്നു. അതില്ല, ഒരിക്കലും ഞാനത് പഠിച്ചെടുത്ത് സ്പാ അത് ഡാൻഡ്രഫ് ഉള്ളതിനില്ലാത്തതിനും അങ്ങനെ നമ്മൾ ചെയ്യും. ഇതല്ല, ട്രീറ്റ്മെൻറ്റ് ഹെയറിന് അങ്ങനെ ചെയ്തുകൂടാ, സ്റ്റീം അധികം ചെയ്തു. കാര്യം അങ്ങനെ ചെയ്തുകൂടാ, ഓൾറെഡി അത്രയും ഹെവി ആയിട്ടുള്ള ഈ അയണിങ് ആണ് ചെല്ലുന്നത്. അത് ഫസ്റ്റ് വാഷിന് ഒരിക്കലും സ്റ്റീം ചെയ്തുകൂടാ. അതെന്താണ് അതുമല്ല, നമ്മുടെ തലയിൽ അധികം ചൂട് ആക്കുമ്പോൾ നമ്മുടെ ഡാൻഡ്രഫ് ഉണ്ടാവും. ഡാൻഡ്രഫ് നമ്മൾ എങ്ങനെ ആയാലും ഉണ്ടാവും. ഡാൻഡ്രഫിന് ചൂടാണ്, നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡാൻഡ്രഫിന് അതൊരു മെഡിസിൻ തന്നെയാണ് ഡോക്ടേഴ്സ് പറയുന്നത്. നിങ്ങൾ ചൂടുവെള്ളം ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് തല കഴുകരുത്. അതെ. അല്ല, ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട് ഈ സ്പായും ട്രീറ്റ്മെൻറ്റും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോട്ട് ടവൽ വെച്ചിട്ട് തല കവർ ചെയ്യണം. അതുപോലും നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് കൊടുക്കാം, ജസ്റ്റ് ഒന്ന് കൊടുക്കാം. പക്ഷേ പിന്നെ അമ്മയോ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ്, അതായത് കുളിക്കുമ്പം തന്നെ നമ്മൾ എങ്ങനെയായാലും ബോഡി 15 മിനിറ്റ് എടുക്കുമല്ലോ, എന്നിട്ട് ലാസ്റ്റ് പ്യുവർ വാട്ടറിൽ വാഷ് ചെയ്ത് വിടുക. നല്ല പച്ച വെള്ളത്തിൽ വാഷ് ചെയ്ത് വിടുക മുടി. പിന്നെ ഒരിക്കലും ഒരു കാരണവശാലും ഈ ഷാമ്പു ഉപയോഗിക്കരുത്, കണ്ടീഷണർ ഉപയോഗിക്കരുത്. വാഷ് ചെയ്തതിന് ശേഷം പിന്നീട് ഷാമ്പും കണ്ടീഷണർ ഒരു കാരണവശാലും അന്നേരം ഉപയോഗിക്കരുത്. പിന്നീട് നമ്മൾ 3-4 ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത ഷാമ്പു ചെയ്യുക. അങ്ങനെ അതുമല്ല, ഇതിനധികം ഷാമ്പു ഉപയോഗിച്ചുകൂടാ, ഒരു കാരണവശാലും നാനോപ്ലാസ്റ്റി ചെയ്ത് ഒരു ട്രീറ്റ്മെൻറ്റ്, നാനോപ്ലാസ്റ്റി മാത്രമല്ല ഒരു ട്രീറ്റ്മെൻറ്റിന് സ്മൂത്തനിങ് ആയാലും കാറ്റിനായാലും ശരി, പ്രോട്ടീൻ ആയാലും ശരി, ഒരു കാരണവശാലും ഒരുപാട് ഷാമ്പു ഉപയോഗിച്ചുകൂടാ. അപ്പോൾ എത്ര ദിവസത്തെ ഇൻ്റർവെൽ എടുത്ത് അത് ചിലരുടെ ഹെയർ പെട്ടെന്ന് ഓയിലി ഫീൽ ചെയ്യും. അന്നേരം നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഷാമ്പു നമ്മൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴായാലും വെള്ളം കൂടെ ലിക്വിഡ് ഇട്ട ഷാമ്പു നമ്മൾ ചെയ്യാവൂ. അത് ആരും ചെയ്യുന്നില്ല. അപ്പം ഞാനിത് കേട്ടിട്ടുണ്ട്, വെള്ളത്തിൽ നമ്മൾ ഷാമ്പു മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് അതിന് പറയുന്നത്? അത് സ്ട്രോങ് അല്ലേ, ഷാമ്പു എന്ന് പറയുന്ന പല കമ്പനിയും പല കെമിക്കലും അതിനകത്ത് ചേരുന്നതാണ്. അപ്പോൾ അത് ഷാമ്പു മൈൽഡാക്കാൻ വേണ്ടിയിട്ടാണോ? അതെ, അത് മൈൽഡാക്കാൻ വേണ്ടി. പക്ഷേ ഈ കമ്പനി അതല്ല, ഏതാണ്ട് 10 വയസ്സുള്ള കുട്ടികൾക്ക് വരെ ഈ ഷാമ്പു നമുക്ക്
യൂസ് ചെയ്യും. യൂസ് ചെയ്യാം. ചേച്ചി ഷാമ്പു ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നോ? ഈ ഷാമ്പുവും കണ്ടീഷണറും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുമ്പം ഹെയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അതെ, പണ്ട് പഴയ കാലത്ത് നമ്മുടെ അമ്മമാർ താളി, ചെമ്പരത്തി ഇതൊന്നും ആർക്കും സമയമില്ല ഇപ്പം. അന്ന് അതാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ ചേച്ചി, അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എന്താ പറയുന്നത് വല്യമ്മച്ചിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നല്ല വെണ്ണം തലയിലെ എണ്ണ അവരൊക്കെ തേച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു മാസം കംപ്ലീറ്റ് തേക്കാനുള്ള എണ്ണ ആ ഒരു ദിവസം ഒരു തേച്ച് തല തണുപ്പിച്ച് തരാനാന്ന് പറയും. പക്ഷെ അന്ന് ഒരു പഴയ കാലത്ത് അവർ നന്നായിട്ട് അത് കെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. അവർക്ക് മുടിയുണ്ടായിരുന്നു. അവരൊരിക്കലും ഷാമ്പുവോ അവർക്കൊന്നും അറിയില്ല ഈ ഷാമ്പു എന്താ അല്ലെ കണ്ടീഷണർ എന്താ. അവർ ചെമ്പരത്തി, താളി, അങ്ങനെ വേറെ ഒരു തരം താളി ഉണ്ടല്ല ഉണ്ട്, അതൊക്കെയാണ് ഇട്ട് മുടി കഴുകുന്നത്. അപ്പം അതൊരു വലിയ കെയറാണ്. ഇതിപ്പോൾ ആര് ചെയ്യുന്നു ഇപ്പം? ശരിയാണ്. ലൈഫ് ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ദിവസം നാളെ എന്തൊക്കെ ഞാൻ ചെയ്യും എന്നുള്ള ചിന്തയിൽ. അപ്പോൾ ഒരിക്കലും അവർ പലരുടെ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുമ്പോൾ ഈ എണ്ണ തേച്ചെങ്കിൽ മാത്രമേ മുടി വളരത്തുള്ളൂ, ഇതെല്ലാം ബാക്കി ക്രീമുകളൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും. പലരും പറയുന്നിട്ടുണ്ട് ആ നന്നായിട്ട് ഒരിക്കലും എണ്ണ തേച്ച മുടി വളരുന്നുള്ളത് കറക്റ്റാണ്. നല്ല എണ്ണ ഉണ്ട്, നമ്മൾ പ്യൂർ കോക്കനട്ട് ഓയിൽ തന്നെ നമ്മൾ തേച്ചാൽ. പക്ഷേ അത് ആഴ്ചയിൽ ഒരു ദിവസം അല്ല 2 ആഴ്ച അങ്ങോട്ട് ഒരു 15-20 മിനിറ്റ് മസാജ് ചെയ്ത് അല്ലെങ്കിൽ 10 മിനിറ്റ് കൂടെ അത് വെച്ചിട്ട് അത് നല്ല ഇതായിട്ടുള്ള ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്ത് കളയണം. ആ എണ്ണ ഒരു കാരണവശാലും തലയിലിട്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നാമത് നമ്മുടെ കാലാവസ്ഥ, ഹ്യൂമിഡിറ്റി, അതിനകത്ത് പിന്നെ പേൻ, ഇതെല്ലാം കൂടെ ഉണ്ടായിട്ട് മുടി ഉള്ളത് കൊഴിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോഴും അമ്മമാർക്കൊന്നും അത് മനസ്സിലാവുന്നില്ല. അതെ അതെ. ഒരു പഴയ തലമുറയ്ക്ക് നമ്മൾ ഇനി എത്ര ട്രീറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞാലും പാർലറിൽ പോയി ഇതൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ പറയുന്നത് എന്തിനാ വീട്ടിൽ നല്ല എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ തേച്ച് കഴിയാൽ പോരെ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കാർക്ക് അതിന് എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫ് സ്റ്റൈലിൻ്റെ തിരക്ക് കൊണ്ടായിരിക്കാം അവർക്ക് അതിനൊന്നിനും സമയം കിട്ടുന്നുമില്ല. ഇല്ല, ഇപ്പം പുറത്തൊക്കെ പോകുന്ന കുട്ടികളാണ് ക്ലോറിൻ, ഇപ്പം ഐഷു തന്നെ അവിടെ ക്ലോറിൻ കലർന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത്. മാക്സിമം അവരൊക്കെ കുടിവെള്ളമൊക്കെ എടുത്ത് കഴുകും. പക്ഷെ അവർ ഓടുവാണ് അവർ പഠിക്കാനും. ഇപ്പോൾ അവർക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ എങ്കിലും സ്പായും അതും ഇതൊക്കെ ചെയ്ത് മുടി സൂക്ഷിച്ചാൽ കുറേ നാളൊക്കെ മുടി നന്നായിട്ട് തന്നെ പോകും. ഓക്കെ ചേച്ചി, നാനോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എത്ര ദിവസത്തെ ഗ്യാപ്പിൽ ഷാമ്പുവും കണ്ടീഷണറും യൂസ് ചെയ്യാം? അത് ഞാൻ പറയില്ല, ചിലപ്പം അവിടുത്തെ കാലാവസ്ഥ അനുസരിച്ചാണ്. ഇപ്പം പുള്ളിക്കാരി ഇത് കഴിഞ്ഞ ഉടനെ ഹൈദരാബാദ് പോവുകയാണ്. അവിടുത്തെ കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാക്കത്തില്ല, ചൂടാണ്. അപ്പോൾ അതനുസരിച്ച് ചിലപ്പം പിന്നെ എ സിയിലൊന്നും ഇരുന്ന വലിയ കമ്മ്യൂണിറ്റി കാര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഷാമ്പു ഉപയോഗിക്കണം. ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഉപയോഗിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കണ്ടീഷണറും യൂസ് ചെയ്തിരിക്കും. അല്ല, അത് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ വേണ്ട. ചിലരുടെ നമ്മളെ കഴിക്കുന്ന ആഹാരം അനുസരിച്ച് മുടിയിലും അത് പോകുമല്ലോ. അപ്പം അത് അങ്ങനെ ആണെങ്കിൽ അത് കണ്ടീഷണർ വേണ്ട. ഡ്രൈ ഹെയർ ഡ്രൈ ആവുകയെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കണ്ടീഷണർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ എന്നിട്ട് മാസ്ക് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. ഒരു 20 മിനിറ്റ്സോളം മാസ്ക് വെച്ചേക്കണം. 10 മിനിറ്റ് മസാജ് ചെയ്തിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റെങ്കിലും അത് വെച്ചിട്ട് വാട്ടറിൽ കഴുകിക്കളഞ്ഞ് മുടിയൊന്ന് നന്നായിട്ട് ഡ്രൈ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഒരുപാട് വിശേഷങ്ങൾ മായ ചേച്ചി നമ്മളുമായി പങ്കുവെച്ചു. ഹെയറിന് എങ്ങനെ നമുക്ക് ഗ്രോത്ത് കൂട്ടാമെന്നും ഹെൽത്തി ആക്കാമെന്നും നാച്ചുറലായിട്ടും കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള വ്യത്യാസങ്ങൾ എല്ലാം നമുക്ക് പുള്ളിക്കാരി നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്.